തിരിച്ചറിയുക. ഈ സ്കിറ്റിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥകളോ കഥാപാത്രങ്ങളോ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ സാമ്യം തോന്നിയാൽ അത് തികച്ചും യാദൃച്ഛികം മാത്രം. സമയപരിധികൾ കൊണ്ട് ഈ സ്കിറ്റിൽ ഉണ്ടായ പാകപ്പിഴകൾ നിങ്ങൾ സവിനയം ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ സ്കിറ്റിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ റിജി, സബിൻ ഈപ്പൻ, ജെസ്സി, അനീഷ ജ്യോതി ഡാനിയേൽ, ബ്രിട്ടോ, വിപിൻ വി തോമസ്, ജാക്സൺ, അമൽ ഷാജി, എഴുതി സ്നേഹൽ കോശി, പോസ്റ്റർ ഡിസൈൻ ജോയൽ എബ്രഹാം, കഥാ സംവിധാനം സബിൻ ഈപ്പൻ. ഇപ്രകാരം ഒരു അവസരം നൽകി തന്ന ഷാർജ മാർത്തോമ ഇടവക വികാരിമാർക്കും ഷാർജ മാർത്തോമ എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഷാർജ മാർത്തോമ യുവജന സഖ്യം സവിനയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. തിരിച്ചറിവ്. എടി ജെസി, കുറെ നേരമായി വിളി തുടങ്ങി. എന്നതാണ് പരിപാടി? നാളെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടോ? സോറി, ദുർദിനങ്ങൾ ഞാൻ ഓർക്കാറില്ല. എന്താ മനുഷ്യ, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല, യു കണ്ടിന്യൂ. നമ്മുടെ മൂത്ത മോൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാരി ഞാൻ തപ്പി എടുക്കുമായിരുന്നു. നാളെ പള്ളിയിൽ അതൊന്ന് ഇട്ടോണ്ട് പോയിട്ട് വേണം വെഡിങ് ആനിവേഴ്സറിയുടെ കാർഡിടാമെന്ന് എനിക്കൊന്ന് ഷെയർ ചെയ്യാൻ. കാക്ക കുളിച്ചാൽ പൊക്കാവില്ലല്ലോ. മനുഷ്യ, ഞാൻ കേട്ടു നിങ്ങൾക്കിപ്പം പഴയ പോലെ ഒരു സ്നേഹമില്ല. എനിക്കാണെങ്കിൽ അടുത്ത ജന്മത്തിൽ നിങ്ങൾ തന്നെ ഭർത്താവായി വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നോടുള്ള വൈരാഗ്യം ഇതുവരെ തീർന്നിട്ടില്ലല്ലേ? അതല്ല അച്ചായ, ഈ റെജി ഇല്ലെങ്കിൽ ജെസ്സി ഇല്ല. ഈ ജെസ്സി ഇല്ലെങ്കിൽ അതിനെപ്പറ്റി എനിക്കൊന്ന് ആലോചിക്കേണ്ടി വരും. ആഹാ, നിങ്ങളെ കിട്ടി എനിക്ക് ഇത് തന്നെ വേണം. എനിക്ക് എത്ര നല്ല ആലോചനകൾ വന്നിരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഞാനെങ്കിലും രക്ഷപ്പെട്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും. ഞാൻ ഇല്ലാത്തതിനെ നിങ്ങൾ ഒറ്റപ്പെടലിന്റെ വേദന മനസ്സിലാക്കത്തുള്ളൂ. അത് നീ ഇവിടെ നിന്ന് പുറത്തു പോകുമ്പോഴൊക്കെ ഒറ്റപ്പെടലിന്റെ സുഖമൊക്കെ ഞാൻ കുറച്ച് അനുഭവിച്ചറിയാറുണ്ട്. പക്ഷെ ഈയിടെയാ നിങ്ങളുടെ തമാശയത്തിന് കൂടുന്നുണ്ട്. എടി അതൊക്കെ പോട്ടെ, നമ്മുടെ ബ്രിട്ടോ എന്തിയടി? അവൻ ഏത് നേരവും ആ കുന്ത്രാണ്ടോ തോണ്ടി ഇരിപ്പാ. ബ്രിട്ടോ, ബ്രിട്ടോ. നിനക്ക് എന്താണ് മോനെ, കണ്ണൊന്നും കാണുന്നില്ലേ? അതെങ്ങനാ? ഇയാളുടെ മോനല്ലേ? അതേടി, എനിക്ക് കണ്ണൊന്നും കാണുന്നില്ല. കാണുവാനും നിന്നെ കെട്ടിക്കൊണ്ട് വരുവായിരുന്നു. അത് ശരിയാണ് അമ്മ. എന്ത് ശരിയാണ്? എന്റെ അപ്പൻ വെറുതെ അല്ല 10 ലക്ഷം രൂപ അങ്ങോട്ട് തന്നത്. അതെ, ഏതൊരു ഇൻഷുറൻസ് കമ്പനി ഒരു അപകടം വരുമ്പോൾ പൈസ കൊടുക്കും. ഇതിൽ വലിയൊരു അപകടം എനിക്ക് ഇനി വരാനുണ്ടോടാ? ഇങ്ങനെ വഴക്കുണ്ടാക്കാതെ ഇത് പപ്പയുടെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി കൂടിയില്ലേ? എടാ മോനെ, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു മൂടുകീറിയ നിക്കറൊക്കെ ഇട്ടോണ്ടാണ്. നിനക്കൊക്കെ ഇപ്പൊ എന്തിന്റെങ്കിലും കുറവുണ്ട്? പപ്പയുടെ ഈ മൂടുകീറിയ നിക്കറിന്റെ കഥയൊന്നും നിർത്താമോ? കേട്ട് ഞാൻ മടുത്തു. ഇവനെ കണ്ടിട്ട് ഒരു പിശാച് പിടിച്ചതുപോലെ ഉണ്ട്. മുടിയൊക്കെ ആകെ വളർന്ന് ഒരു കോലം കെട്ടതുപോലെ ഉണ്ട്. നമ്മുടെ പള്ളിയിലെ വിളിപ്പിച്ച് ഇവരെ ഒന്ന് വിളിച്ചാലോ? പിശാചോ? എടി, ഇവന്റെ രൂപവും വേഷവും കണ്ട ഏതെങ്കിലും പിശാചിന്റെ അടുത്താണ് പോയി. എടാ മോനെ, നീ എന്നെ കണ്ടത് പഠിക്കും.
ഞാനിപ്പോ മാന്യമായിട്ടാ വസ്ത്രമൊക്കെ ധരിച്ച് എത്ര മാന്യമായിട്ട് ആൾക്കാരൊക്കെ ഇടപെടുന്നത്. കാരണം നീയൊക്കെ നല്ല ശീലങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പ ചെറുപ്പം മുതൽ എങ്ങനായിരുന്നു? എന്നിട്ടാണോ ഈ കഴിഞ്ഞ പള്ളി കമ്മിറ്റി അടി ഉണ്ടാക്കിയത്? ആർക്കറിയാം. നീ എന്താ ഈ കാണിക്കുന്നത്? ആ എടി, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് വ്യായാമം ചെയ്ത് ശരീരത്തിന് വളരെ നല്ലതാണ്. ഈ സന്ധ്യാസമയത്തല്ലേ നിങ്ങളുടെ ഒരു വ്യായാമം? ചെയ്തോ അത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്. എടി, നമ്മുടെ ജാക്സൺ നേടി അവനേതോ റാപ്പ് മ്യൂസിക് കമ്പോസ് ചെയ്യുവാന്ന് പറഞ്ഞ് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. എടാ ജാക്സാ, എടാ നിർത്തടാ ജാക്സ, നമുക്ക് കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയം. എടാ മോനെ, നീ വലിയ പാട്ടുകാരൻ, നീ ഒരു പാട്ട് പറ, അത് നമുക്ക് പാടാം. എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം എനിക്ക് ബിഗ് ബോസ്. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം ഹോട്ട്സ്റ്റാറിൽ കുടുംബസംഗമം കാണാൻ. അമ്മായിമ്മ അമൃത ഇനി എന്തെങ്കിലും ചെയ്യുമോ എന്തോ. പെട്ടെന്ന് ആയിക്കോട്ടെ മോനെ ജാക്സ. എനിക്കാണ് ഈ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം അടുത്ത ചിക്കൻ ഡിന്നർ അടിക്കും. അതിന്റെ ഡിന്നറിനുള്ള ചിക്കൻ കറിയോ? അയ്യോ എന്റെ പപ്പ, ചിക്കൻ ഡിന്നർ പബ്ജി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈച്ചയുടെ പാട്ട്. ഈച്ചയുടെ പാട്ടോ? ആരേതാ? ഓ, അതറിയില്ലേ? എന്നാ കേട്ടോ. ഈച്ചയല്ലടാ, കൊതുക്. എടാ, അത് പെയ്യിച്ച പരമപിതാവെന്നല്ലേ? ഓ അങ്ങനെയായിരുന്നു, സോറി, മൈ ബാഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മോതിരത്തിന്റെ പാട്ട് പാടാം. അതേതാ പാട്ട്? അയ്യേ, അതറിയത്തില്ലേ? ഇത് കേട്ടോ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോതിരമായല്ലോ. ഒന്ന് നിർത്തടാ, നിന്റെ ഒരു മോതിരം. അത് മോചിതരായല്ലോ എന്നാണ്. നീ ഏത് പാട്ടുകാരനാടാ? ഓ മമ്മി, എനിക്ക് പഴയ പാട്ടിലൊന്നും അറിയാത്തോണ്ടാ. നീ പുതിയ പാട്ടൊന്ന് കേട്ടു നോക്കിക്കേ. എടാ മോനെ, ഇതൊക്കെയാണോ പാട്ട്? എടാ, കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ജാതിമത ഭേദമന്യേ ഏറ്റെടുത്ത് പാടിയ ഒരു പഴയ പാട്ടുണ്ട്. അതേതാ പാട്ട്? എടാ മക്കളെ, ഇതിന്റെ മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ഏറ്റുപാടാം. നിങ്ങൾ ഇതൊന്ന് കേൾക്കുന്നു. ചെങ്കടലിൽ നീയെന്നും പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു, എരിവെയിലിൽ മേഘക്കടലായി, ഇരുളിൽ സ്നേഹനാളമാ. എന്നാൽ ഇനി പാട്ടൊന്നും വേണ്ട, ബൈബിള് വായി. ഹലോ, സിസ്ലി, എന്തൊക്കെയാണ് വിശേഷം? എന്നതാടി നിനക്ക് പോകുന്നു? ആടി എന്റെ മൂത്തവൻ എൽദോ, അവൻ ഷാർജയിൽ നല്ലൊരു കമ്പനിയിൽ ജോലിയിലുണ്ട്. അവൻ ഒരു മാസം 2.5 ലക്ഷം രൂപ ശമ്പളമുണ്ട്. ഇപ്പൊ അവനാണ് ആ കമ്പനിയുടെ മെയിൻ. അവനില്ലെങ്കിൽ കമ്പനി ഇല്ല. അവിടെ പള്ളിയൊക്കെ ഉണ്ട്, പക്ഷെ അവന് പോകാനൊന്നും സമയമില്ല, ജോലി തിരക്കാണ്. അല്ലേ തന്നെ ഒരു ദിവസം അവധി കിട്ടുമ്പോൾ പള്ളിയിൽ പോകാൻ എവിടുന്നാ നേരം? നിന്റെ മോൻ എന്ത് ചെയ്യും? എന്ത് പരിപാടിയാ? അവന് ജോലിയൊന്നും ആയില്ലേ? പഠിക്കാനുള്ള സമയത്ത് ഉഴപ്പി നടന്നാൽ എങ്ങനെ ഇരിക്കും? അതൊക്കെ ഞങ്ങളുടെ എൽദോയെ കണ്ട് പഠിക്കണം. ഹലോ, ആരായിരുന്നു ഈ ഫോണില്?
ഓ ആ സിസിലി ആയിരുന്നേ. അവിടെ മോനൊരു ജോലിയില്ലാതെ ഇങ്ങനെ തേരാ പാര നടക്കുമോ. നമ്മുടെ എന്തോടടുത്ത് പറഞ്ഞൊരു ജോലി ശരിയാക്കാൻ വിളിച്ചതാണ്. അപ്പം നീ അവനെയൊക്കെ കൊണ്ടുപോയിട്ട് വരാൻ അവിടെ അങ്ങനെയാണ്. ആ എന്തേലും ആവട്ടെ, ഇനിയിപ്പോ ബൈബിൾ വായിക്കാൻ സമയമില്ല. ബിഗ് ബോസ് ഇപ്പൊ തുടങ്ങും. വാ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഞങ്ങൾ പോവാ, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. എടി ജെസ്സി, നീ ആ ടി വി ഒന്ന് വാങ്ങി. നമ്മുടെ എഴുതാണല്ലോ. ഞാനടുത്തൊരു വിഷയം ആ എടാ മോനെ എഴുതോ, എന്തൊക്കെയുണ്ട് മോനെ അവിടെ വിശേഷം? അയ്യോ എന്ത് പറ്റി മോനെ? ഇതെങ്ങനെ സംഭവിച്ചു? എന്നാലും മോനെ നമുക്ക് ഈ ഗതി വന്നല്ലോ. എടി ജെസ്സി, എടി എന്നാ പറ്റിയടി? എന്താ കാര്യം? ഓ നമ്മുടെ മോന് ജോലി പോയെന്നേ. പെട്ടെന്ന് കമ്പനിയിൽ കുറച്ച് ആൾക്കാരെ ടെർമിനേറ്റ് ചെയ്തു. കൂട്ടത്തിൽ അവൻ്റെതും പോയി. എന്നാലും വെച്ചാൽ എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലയോ? ഞായറാഴ്ചകൾ പള്ളിയിലും പോകുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്താ ഈ ഗതി വന്നേ? ശരിയാ ജെസ്സി, നമ്മൾ പ്രാർത്ഥിക്കുന്നു പള്ളിയിൽ പോകുന്നു ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ശരിയായ രീതിയിലാണോ പ്രാർത്ഥിക്കുന്നത്? ഒരു ചടങ്ങിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമ്മൾ സമയം മാറ്റി വെക്കുന്നില്ല. നമ്മുടെ ബാക്കിയുള്ള എല്ലാ പണികളും കഴിഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ആർക്കോ വേണ്ടിയുള്ള ഒരു കാണിക്കൽ മാത്രമായി തീർന്നു നമ്മുടെ കുടുംബ പ്രാർത്ഥന. പ്രാർത്ഥനയുടെ ഇടയിൽ നമ്മൾ മറ്റു പല ചിന്തകളിലുമാണ്. നമ്മൾ നമ്മുടെ മക്കളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. അവരും അവരുടേതായ ലോകത്താണ്. ആദ്യം നമ്മൾ നമ്മുടെ മക്കൾക്ക് മാതൃകയാണ്. നീ നമ്മുടെ മക്കളെ ഒന്നുകൊടുത്ത് വീഴും. നമുക്ക് ഒന്നിച്ച് ശരിയായ രീതിയിൽ മറ്റെല്ലാ ചിന്തകളും പ്രവൃത്തികളും മാറ്റിവെച്ച് നമ്മുടെ കർത്താവായ ദൈവത്തെ ആരാധിക്കും. അവൻ നമ്മെ ഒരു നാളും കൈവിടുകയും നമ്മുടെ എൽദോമോന് വേണ്ട പുതിയൊരു വഴി അവൻ തുറന്നു തരും. എടാ മക്കളെ വാ, നമുക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ കരുണാസമ്പന്നനായ ദൈവത്തെ ആരാധിക്കാം. ജീവിതത്തിൻ്റെ ചാലക ശക്തിയാണ് പ്രാർത്ഥന. ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനം പ്രാർത്ഥനയാണ്. ബന്ധങ്ങൾ മുൻപോട്ട് പോകുന്നത് പ്രാർത്ഥനയുടെ ശക്തിയിലാണ്. നമ്മുടെ കുടുംബങ്ങൾ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ദൈവവുമായുള്ള ബന്ധത്തിൽ വളരുന്ന ഇടങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങൾ സ്തോത്രത്തിൻ്റെ സ്വരങ്ങൾ ഉയരുന്ന പ്രാർത്ഥനാ ഇടങ്ങളായി മാറട്ടെ.